ഒരു വ്യവസായിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഈ റാക്കിനെ കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് അറിവ് വന്നത്? ഈ റാക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണോ, അല്ലെങ്കിൽ ഈ റാക്കറ്റിന്റെ നേരത്തെ റാക്കറ്റുമായി ഏത് തരത്തിലുള്ള ബന്ധമുള്ള ആളാണോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത്? അദ്ദേഹം ഒരു വ്യവസായിയാണ്. ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. കേരളത്തിൽ അങ്ങനെ വ്യവസായങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്തിനാണ് അത് മറച്ചു വെക്കുന്നത്? എനിക്ക് കിട്ടിയ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം SITയുടെ മുമ്പിൽ പറയാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നത് ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആൻറ്റിക്സ് ആയിട്ട് വിറ്റഴിക്കുന്നു. 500 കോടിക്ക് അധികം വിലയുള്ള ഒന്നാണ്. ആ വിൽപ്പന നടന്നു. അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് SITക്ക് കൈമാറട്ടെ. നേരിട്ട് അദ്ദേഹത്തിന് പോകാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ SITയോട് ഇത് പറഞ്ഞത്. ഭയമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിവരങ്ങൾ പറയട്ടെ. ശരിയാണോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. എന്ത് തെളിവാണ് അദ്ദേഹത്തിന് കയ്യിലുള്ളതെന്നാണ് പറയുന്നത്? അതല്ല, അദ്ദേഹം പറയട്ടെ. താങ്കൾ തെളിവ് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണം. ഒരു വിവരം കിട്ടി, ആ വിവരം SITയോട് പറയാൻ തയ്യാറായ എന്നെ ഇതിനകത്ത് കൂട്ടണ്ട. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല ധർമ്മശാസ്താവിൻ്റെ കയ്യിൽ എന്നെ കൊടുത്ത ഒരു സ്വർണം നഷ്ടപ്പെട്ടു വന്നു. ഇന്നലെ എന്നെ ഒരാഴ്ചക്കും ഒരാൾ വിളിച്ചു. അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, സുരേഷ് പാലാഴി എന്ന് പറയും. അദ്ദേഹം 15 കിലോ സ്വർണം അവിടെ പൂജാദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തു. അദ്ദേഹം ഡാലസിൽ തന്നെ വിളിക്കുകയാണ്, എൻ്റെ സ്വർണം അവിടെ ഉണ്ടോ സാറേ എന്ന് അറിയണം, ഇനി അതും മോട്ടിച്ചുകൊണ്ട് പോയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ദേവസ്വം ബോർഡ് ആണല്ലോ നിങ്ങൾ കൊടുത്തത്, അവിടെ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ധാരാളം ഭക്തന്മാർ അവിടെ കൊടുത്ത അവരുടെ കാണിക്കയായി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആശങ്കാകുലരാണ്. അത് പോയോ? മോഷ്ടിച്ചുകൊണ്ട് പോയോ? ഉണ്ടോ? കാരണം ഒരു ഭക്തൻ തൻ്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്ക, ഒരു ദക്ഷിണ എന്നെല്ലാം പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാനത് സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സാക്ഷി തോന്നുന്നു. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും അയ്യപ്പൻ മലയിൽ പോകുന്ന ഒരാളാണ്. ഈ വർഷം മാത്രം അമ്മ മരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, അടുത്ത വർഷം പോകും. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ ജീവന് ഭീഷണി എന്നല്ല, അദ്ദേഹത്തിന് ഭയമുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട, SITയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ SITക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ സംസാരിക്കാമെന്ന്. അദ്ദേഹം കോടതിയിലെത്തി 164 നൽകാൻ തയ്യാറാണെന്ന് അങ്ങനെയുണ്ടോ? അതൊക്കെ തയ്യാറാണ്. ഇതിനകത്ത് ഈ വിവരം എന്ന് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ തെളിവില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും ഈ ഒരു വിവരമായി മാത്രം നിൽക്കുകയാണ്. ഇതൊരു പക്ഷേ അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് സ്വർണ്ണം എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? സ്വർണ്ണം എവിടെയാണെന്ന് കണ്ടുപിടിച്ചില്ലല്ലോ ആരും. ഗോവർദ്ധൻ്റെ പേര് പറഞ്ഞ അവിടെ സ്വർണ്ണം എവിടെ പോയി? അതാണ് എനിക്ക് കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യം. ഇത്രയും ദിവസമായിട്ട് കേരള പോലീസോ ദേവസ്വം വിജിലൻസോ SITയോ ഒക്കെ അന്വേഷിച്ചിട്ട് സ്വർണം കാണുന്നില്ലല്ലോ. അപ്പോൾ സ്വർണ്ണം എവിടെ പോയി? അപ്പോൾ ഇയാൾ പറയുന്നത് ശരിയല്ലേ? സ്വർണ്ണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആൻറ്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു എന്നാണ് പുള്ളിയുടെ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ ചെറിയ കാര്യമാണോ? അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ മിണ്ടാതിരിക്കണോ? നിങ്ങൾ തന്നെ പറ. ആ വിവരം ലഭിക്കുമ്പോൾ ആധികാരികമായി എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടോ എന്നുള്ളത് അതെല്ലാം SIT കണ്ടോട്ട്. SIT അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോട്ടെ, അതിന് തെളിവുണ്ടോ? ഞാൻ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ഒരാളല്ലല്ലോ. എന്നോട് ഇത്രയും കാര്യം പറഞ്ഞപ്പം അത് നിങ്ങൾ SITയുടെ മുമ്പിൽ പറയണം. SIT ആണ് അന്വേഷിക്കുന്നത്, അവർ കണ്ടെത്തട്ടെ, അവർ ഫർദർ എൻക്വയറി നടത്തട്ടെ. SIT ഫർദർ എൻക്വയറി. ഇത്രയും ദിവസമായിട്ടും ഈ മോട്ടിച്ചുകൊണ്ട് പോയ സ്വർണം കാണുന്നില്ലല്ലോ. അത് നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ. സ്വർണം എവിടെ? അപ്പം ആ സ്വർണം എവിടെയെന്നുള്ള ചോദ്യം ഒരു വളരെ പ്രസക്തമല്ലേ? അതിന് തുമ്പ് കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ SIT അന്വേഷിക്കേണ്ട കാര്യം. പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് പ്രാഥമികമായി തെളിവുണ്ടോ, വസ്തുതയുള്ള കാര്യമാണോ? കാത്തിരുന്ന് കാണുക. നൽകുകയാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITക്ക് മൊഴി നൽകും. കേസിൽ സുപ്രധാന വിവരങ്ങൾ കൈമാറാനുണ്ടെന്ന് കാട്ടി ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരുന്നു.